വിരാട് കോഹ്ലി ഔട്ടാവാതെ 83 റൺസ് അടിച്ചുകൂട്ടി. എന്നിട്ടും കളി കൊൽക്കത്ത ജയിച്ചു. അതുകൊണ്ട് തന്നെ RCB ആരാധകർ നിരാശയിലായിരുന്നു. RCBയും കൊൽക്കത്തയും നേർക്കുനേർ വരുമ്പോൾ കോഹ്ലിയും ഗംഭീറും തമ്മിലുള്ള പോരിനെ കുറിച്ചാണ് ആരാധകർ ഓർക്കാറ്. കഴിഞ്ഞ IPLലാണ് ഗംഭീറും കോഹ്ലിയും തമ്മിൽ വലിയ വഴക്ക് ഗ്രൗണ്ടിൽ നടന്നത്. എന്തായാലും RCB കളി തോറ്റു. ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അടിച്ചു കളിച്ചത്. എൻ്റെ കടമ ഞാൻ കൃത്യമായി നിർവഹിച്ചു. എന്നിട്ടും കളി തോറ്റതിൽ എനിക്ക് വിഷമമുണ്ട്. ബൗളിങ്ങിലാണ് ഞങ്ങൾക്ക് പിഴച്ചത്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഞങ്ങൾ ഇന്ന് തോൽക്കില്ലായിരുന്നു. കൊൽക്കത്തയുടെ വിക്കറ്റുകൾ വേണ്ട സമയത്ത് എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതാണ് ഞങ്ങൾക്ക് പണിയായത്. ഇന്ന് ഞാൻ മാച്ചിന് ശേഷം ഗംഭീറുമായിട്ട് സംസാരിച്ചിരുന്നു. എനിക്ക് ഗംഭീറുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഹഗ് ചെയ്താണ് പിരിഞ്ഞത്. കഴിഞ്ഞ IPLൽ പ്രശ്നമുണ്ടായിരുന്നു. അത് അന്നത്തോടു കൂടി തീർന്നു. ഇപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഇന്ന് ഞങ്ങൾ കളി തോൽക്കാൻ കാരണം അത് ഗംഭീറാണ്. ഗംഭീർ കൊൽക്കത്തയ്ക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് RCB തിരിച്ചു വരുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. RCB ആരാധകർ നിരാശയിലാണ്. അടുത്തൊരു കളിയും കൂടി തോറ്റിരിക്കുകയാണ്. ഈ ഒരു IPLൽ ആകെ കൂടി ഒരു മാച്ച് മാത്രമേ RCB ജയിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ശരിക്ക് കളിച്ചില്ലെങ്കിൽ RCBക്ക് പണിയായിരിക്കും. ആദ്യ മാച്ച് CSKയുമായിട്ട് RCB തോറ്റിട്ടുണ്ടായിരുന്നു. RCB ഒരു കപ്പ് നേടുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്രാവശ്യം അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലത്തെ മോശം ബാറ്റിംഗും ബൗളിങ്ങുമാണ് RCB കാഴ്ചവെക്കുന്നത്. രണ്ട് മാച്ചിലും കോഹ്ലി മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. കോഹ്ലി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു ടീമാകുമ്പോൾ എല്ലാ താരങ്ങളും നന്നായിട്ട് കളിക്കണം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന്